ഈ വിപിൻ കുമാറിൻ്റെ കാര്യത്തിൽ ഒരുപാട് പരാതികളുണ്ട്. ഞാനൊരു കഴിഞ്ഞ ദിവസം നമ്മളൊരു ചാനലിലെ പരിപാടിയിൽ പങ്കെടുക്കവേ ഈ വിഷയം ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വിപിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു തിരക്കഥ, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെയും ഉണ്ണിയിലേക്ക് അടുപ്പിക്കാത്ത രീതിയിൽ ഇങ്ങനെ എന്താ പറയുക, ഉള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനൊക്കെ നല്ല ചെറുപ്പക്കാർ, കഴിവുള്ള ടാലൻ്റ് ഉള്ള കുട്ടികൾ നല്ല കഥകളുമായി വരുമ്പോൾ അവരെയൊക്കെ എന്താ പറയുക, അവരെ തിരക്കാണെന്നാണ് പറയുന്നത്. ഉണ്ണിക്ക് തിരക്കെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടുന്ന ഒരു രീതി ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഇൻഡസ്ട്രിയിൽ നിന്ന് അറിഞ്ഞൊരു കാര്യമാണ്. നേരത്തെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കാലം ഞാൻ ഈ തിരക്കഥയുമായിട്ടൊക്കെ നടന്നിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ചിലപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ ഏകദേശമൊക്കെ അതൊരു പരിവ് എത്തുകയും പിന്നീട് പല കാരണങ്ങളാൽ തള്ളപ്പെടുകയും, ചിലപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ദൂരെ നിന്നും ഇത് നമ്മളൊരു എന്താ പറയുക, ഈ ഒരു പ്രോസസ്സ് വർക്കൗട്ട് ആവണമെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി തന്നെ നിൽക്കണം. പൂർണ്ണ സമയം ഇതിനു വേണ്ടി നിൽക്കണം. അതും നമ്മൾ എറണാകുളത്ത് തന്നെ സ്റ്റാൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഇതിന് ഏറ്റവും ഗുണപ്പെടുന്ന ഒരു കാര്യം. ഇപ്പോൾ ചില സമയത്ത് ചില ഡയറക്ടേഴ്സിന് നമ്മളെ ഇന്ന സമയത്ത് കാണണം, ഇന്ന് രാവിലെ 10 മണിക്ക് നീ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും പാതിരാത്രിയാകും. ഇപ്പോൾ പല ജില്ലകളിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിയിൽ നിന്നുള്ള വരുമാനമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് കൊണ്ട് പൂർണ്ണ സമയം ഇതും കളഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ല.